Hi guys, welcome back. ഇന്ന് ഡേറ്റ് ഓഗസ്റ്റ് 8. ഇന്നൊരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് കോൾ സൈഡിലാണ്. ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി വേണ്ടിയാണ് നോക്കുന്നത്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ലാസ്റ്റ് അവറിൽ മാർക്കറ്റ് ഒരു സ്ട്രോങ് ബൈയിങ് അവിടെ നടന്നിട്ടുണ്ട്. ആൻഡ് സോ ബയേഴ്സാണ് സ്ട്രോങ് എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ആൻഡ് ഇന്നൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഇവിടെ നടത്തിയിട്ട് മാർക്കറ്റ് ജസ്റ്റ് ഒരു ഡൗൺ സൈഡ് ഒരു പുൾ ബാക്ക് ആയിട്ടാണ് ഞാൻ ഈ ഒരു ലെവലിനെ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് അവിടെ ഒരു സപ്പോർട്ട് ലെവലാണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണ്. ഓക്കെ, സോ ഈ ഒരു വീഡിയോ പ്യൂർലി എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. F&O വളരെ റിസ്ക്കിയാണ്. കറക്റ്റായിട്ട് നോളജ് ഇല്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ നേരിടേണ്ടി വരും. സോ ഇതൊന്ന് ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കാമെന്ന്. $140 ക്വാണ്ടിറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തിരിക്കുന്ന സെയിം ക്വാണ്ടിറ്റി തന്നെ. ഓക്കെ, ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്യൂർലി പറയാൻ ശ്രമിക്കുന്നത് എങ്ങനെ ട്രേഡുകൾ മാനേജ് ചെയ്യാം, എങ്ങനെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ മാത്രമാണ്. യാതൊരു രീതിയിലുള്ള റെക്കമെൻഡേഷനോ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ ട്രേഡ് എടുക്കാനുള്ള റീസൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസം സെക്കൻഡ് ഹാഫിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു മൂവ്മെൻറ്റിൽ നോർമലി ബയേഴ്സ് വളരെ സ്ട്രോങ് ആണെന്നാണ് ഈ ഒരു സ്ട്രക്ചർ അനുസരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ബയേഴ്സ് നോർമലി സ്ട്രോങ് ആവുന്ന സമയത്ത് പുതിയ ബയേഴ്സ് ലൈക്ക് ഒരു മാർക്കറ്റിൽ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് ഫ്ലാറ്റ് ഓപ്പണിംഗ് നടത്തിയിട്ട് മാർക്കറ്റ് ജസ്റ്റ് ഒരു താഴോട്ട് വന്നിട്ടുണ്ട് എക്സാക്ട്ലി ഈ ഒരു സപ്പോർട്ട് ലെവലിൽ. സോ നോർമലി ഈ ഒരു ലെവലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മിസ്സായ ബയേഴ്സൊക്കെ ബൈ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട്, റൈറ്റ്. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ ഒരു ട്രേഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ക്യാൻഡിൽ സ്റ്റിക് ഫോർമേഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് റിജക്ഷൻ ഒക്കെ കാണാൻ വേണ്ടി പറ്റും. അതൊരു കൺഫർമേഷൻ ആയിട്ട് എടുത്തിട്ടുണ്ട്, റൈറ്റ്. സിമ്പിൾ ലോജിക്കിൽ ഒരു ട്രേഡ്. ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്, ചെറിയ ലോസ് പ്രോഫിറ്റ് ഒക്കെ റണ്ണിങ്ങിലാണ്. സോ വെയിറ്റ് ചെയ്യാം. ആൻഡ് സ്റ്റോപ്പ് ലോസ് അല്ലേ, അപ്പം നമ്മളുടെ വ്യൂ മാർക്കറ്റിന് യാതൊരു പ്രശ്നമല്ല, മാർക്കറ്റ് അത് കെയർ ചെയ്യില്ല. അപ്പം നമ്മളുടെ ഇൻ കേസ് ഇത് മാർക്കറ്റിന് താഴോട്ട് വരുവാണെങ്കിൽ എവിടെ നിന്നാണ് ലോസ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ള പ്ലാൻ ഓൾറെഡി ഉണ്ട്. ഞാൻ മാക്സിമം ഒരു ബിറ്റ്വീൻ 60 to 100 പോയിന്റ് പ്രീമിയത്തിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് മാക്സിമം 100 പോയിന്റ് ഉള്ളിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യും. ഓക്കെ, ടാർഗറ്റ് ഒരു ഹൈ വരെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇൻ കേസ് അവിടെ നിന്നൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് വരുവാണെങ്കിൽ. ഓക്കെ, പിന്നെ ആകെ ഒരു കൺഫ്യൂഷൻ ഉള്ളത് നിഫ്റ്റി കുറച്ച് ഡൗൺ ആണ്, റൈറ്റ്. നിഫ്റ്റിയിലോട്ട് സെല്ലിംഗ് ആണ് നടക്കുന്നത്, അതാണ് ഒരു കൺഫ്യൂഷൻ. ബട്ട് സ്റ്റിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും ഞാൻ ബാങ്ക് നിഫ്റ്റിയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ എനിവേ ഞാൻ ട്രേഡ് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് സമയമായി. ഞാൻ വിചാരിച്ച പോലുള്ള ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വന്നിട്ടില്ല. മാർക്കറ്റ് ഒരു വീക്ക്നെസ് ആണ് കാണിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഓൾസോ ആ ഒരു ഞാൻ നേരത്തെ ഒരു നിഫ്റ്റിയിൽ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, മേ ബി നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിനെ താഴോട്ട് കൊണ്ടുവരാം, റൈറ്റ്. സോ എനിവേ ലോസ് നോക്കുവാണെങ്കിൽ ലിമിറ്റഡ് ലോസ് ആണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രേഡ് കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ മാക്സിമം ഒരു സ്റ്റോപ്പ് ലോസിനുള്ളിൽ തന്നെ ഞാൻ എക്സിറ്റ് ചെയ്ത് മാറും, റൈറ്റ്. മേ ബി മാർക്കറ്റ് നമ്മളൊന്ന് പേടിപ്പിക്കാൻ ഇവിടുന്ന് ബൈ ചെയ്ത ആൾക്കാരൊന്ന് പേടിപ്പിച്ചിട്ട് മാർക്കറ്റ് മേ ബി റിവേഴ്സിൽ വരാം പോസിബിലിറ്റീസ് ഉണ്ട്, റൈറ്റ്. നോക്കാം, മാർക്കറ്റ് ഇനി ഇതിൻ്റെ താഴോട്ട് വരുവാണെങ്കിൽ ആ ഒരു ലോസ് ലിമിറ്റിനനുസരിച്ചിട്ട് എൻ്റെ ലോസ് ബുക്ക് ചെയ്യും, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ എനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. ലോസ് റണ്ണിങ്ങിലാണ്, നിയർലി ഒരു 80 പോയിന്റിൻ്റെ അടുത്ത് ലോസ് റണ്ണിങ്ങിലാണ്. സോ എന്തായാലും ഇവിടുന്ന് ലോസ് ബുക്ക് ചെയ്യാനുള്ള പ്ലാനാണ്. സോ അപ്പം ഇതൊക്കെ ഒരു പാർട്ട് ഓഫ് ദി ബിസിനസ് ആണ്. സോ പല ആൾക്കാർക്കും ലോസ് ബുക്ക് ചെയ്യാനുള്ള മടികൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു ലോസ് വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് റിവഞ്ച് ട്രേഡിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഓർക്ക് ഇത് ജസ്റ്റ് എ ഡേ, ഒരു ദിവസമാണ്, റൈറ്റ്. നല്ല ദിവസങ്ങൾ അവർക്ക് ഇനിയും വരും. നമ്മൾ ലോങ് ടേമിൽ ചിന്തിക്കുക. സോ നമ്മൾ ഒരു വർഷം എത്ര ട്രേഡുകൾ എടുക്കും അല്ലേ? ഒരു 100-200 ട്രേഡുകൾ നമ്മൾ എടുക്കില്ലേ? 200-300 ട്രേഡുകൾ എന്തായാലും എടുക്കും. അപ്പോൾ അതിൽ ഒരു ദിവസം ലോസ് എന്ന രീതിയിൽ മാത്രം ചിന്തിക്കുക. ബാക്കിയുള്ള ഇനിയും ദിവസങ്ങൾ വരാനുണ്ട്, ആ രീതിയിൽ മാത്രം കൺസിഡർ ചെയ്യുക. ഒരിക്കലും റിവഞ്ച് ട്രേഡ് മോഡിലോട്ട് പോകാതിരിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും എൻ്റെ ട്രേഡ് ഇവിടെ റോങ് ആയിട്ടുണ്ട്. നിയർലി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രീമിയത്തിൽ 100 പോയിന്റ് ആണ് എൻ്റെ മാക്സിമം ലോസ്, റൈറ്റ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ഇനി ഞാനധികം കൂടുതൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇനി തിരിച്ച് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. മാർക്കറ്റിൽ നല്ല രീതിയിൽ സെല്ലിംഗ് ആണ് നടന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഞാൻ എന്താണ് മിസ്റ്റേക്ക് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി നേരം വെയിറ്റ് ചെയ്ത് നിൽക്കാമായിരുന്നു, റൈറ്റ്. നിഫ്റ്റി എസ്പെഷ്യലി നിഫ്റ്റി കുറച്ചുകൂടി ഒന്ന് വാച്ച് ചെയ്തിരുന്നെങ്കിൽ, കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണെങ്കിൽ ട്രേഡ് അവോയ്ഡ് ചെയ്യാമായിരുന്നു. ബൈയിങ് സൈഡ് വീക്ക്നെസ് കാണുന്ന സമയത്ത് എനിക്ക് സെല്ലിംഗ് സൈഡിലോട്ട് പോകാമായിരുന്നു. ഓക്കെ, സോ ഇതുകൊണ്ട് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ സി ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി അധികം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല, റൈറ്റ്. അപ്പോൾ ഈ ഒരു വീക്കിൽ എനിക്ക് ഒന്ന് 5 ദിവസത്തിൽ 2 ദിവസം ലോസ് വന്നിട്ടുണ്ട്, 2 ദിവസം പ്രോഫിറ്റ്. ബട്ട് സ്റ്റിൽ ഓവറോൾ നമ്മൾ ആ റിസ്ക് റിവാർഡ് മാനേജ് ചെയ്തുകൊണ്ട് തന്നെ
ഓവറോൾ അത്യാവശ്യം വലിയ പ്രോഫിറ്റ് തന്നെയാണ് ഉള്ളത്, റൈറ്റ്. അപ്പോൾ യാതൊരു മടി ആവശ്യമില്ല ലോസ് ബുക്ക് ചെയ്യാനുള്ളത്, റൈറ്റ്. നമ്മൾ മൈൻഡ് ക്ലിയർ ആക്കി യാതൊരു ഈഗോ ഇല്ലാതെ നമ്മുടെ വ്യൂ റോങ് ആവുന്ന സമയത്ത് ഇവിടുന്ന് ലോസ് ബുക്ക് ചെയ്യാം. ഓക്കെ, സോ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ കണ്ടിന്യൂസ്ലി താഴോട്ട് പോകുകയാണ്. പിന്നെ ഇനി അധികം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. വിത്തിൻ ലിമിറ്റിൽ നിയർലി ഒരു 80 പോയിന്റിനടുത്ത് ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ഡൺ ഫോർ ദ ഡേ. ഇനി വേറെ ട്രേഡുകളില്ല, യാതൊരു റിവഞ്ചും ഇല്ല. ട്രേഡ് ക്ലോസ് ചെയ്യുന്നു. വീക്കെൻഡ് ആണ്, വീക്കെൻഡ് എൻജോയ് ചെയ്യുക. എൻട്രി എടുത്തത് ഏകദേശം ഈ ഒരു പോയിന്റിലാണ്. റിജക്ഷൻ വന്ന സമയത്ത് അഗെയിൻസ്റ്റ് ആയിട്ട് മൂവ്മെന്റ് നടത്തി. ഓക്കെ, സോ എനിവേ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് മൺഡേ കാണാം. സോ ബൈ ബൈ, താങ്ക് യു.